അവൻ എവിടുന്നോ എന്തോ ഒരു ശക്തി കിട്ടുന്നുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് കാട്ടിലൂടെ നടന്നപ്പോ സത്യം പറഞ്ഞാ നമുക്ക് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നല്ലോ. പക്ഷേ മാർക്കോ എന്ന് കുലുങ്ങിയത് പോലുമില്ല. അവനൊരു വല്ലാത്ത ആത്മവിശ്വാസത്തിലായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ലടോ ഞങ്ങളുടെ ഈ യാത്ര. പ്രകൃതി പോലും ഞങ്ങൾക്കൊപ്പം നിന്നെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യം ഞാൻ തന്നോട് പറഞ്ഞില്ലേ, ഞാൻ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ തൊഴുതു നിന്നപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കൊള്ളിയം പോലെ കടന്നു വന്നത് അന്നത്തെ ആ അപകടം. അതിലുപരി അന്ന് എന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ആ വിഗ്രഹം ഉണ്ടല്ലോ, ആ വിഗ്രഹവും സന്നിധാനത്തെ പ്രതിഷ്ഠയും ഒന്നു തന്നെയാ. താൻ ആരാധിക്കുന്ന സ്വാമിയും അതേ രൂപം തന്നെയാ. അതെ, എന്തൊക്കെയോ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ മോളെ, നീ ഇയാളെ സ്നേഹിച്ചു തുടങ്ങിയില്ലേ? നന്മ എന്തെന്ന് നീ തിരിച്ചറിഞ്ഞില്ലേ? ഇനിയിപ്പോ നിന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. നമ്മൾ ആരുടെയും കണ്ണീര് കണ്ട് സന്തോഷിക്കരുത്, ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കരുത്. അങ്ങനെ പോയാ ബാക്കിയൊക്കെ ദൈവങ്ങൾ തന്നെ നമുക്ക് നേടിത്തരും. എടോ, ഇനി ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഞാൻ കയറിയാലോ? ഓടിക്കാൻ സാറിന് കോൺഫിഡൻസ് ഒക്കെ ആയോ? മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു 10-20 കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്തേ. സത്യം? എടോ, ഓർമ്മയായപ്പോ തൊട്ട് കാർ കണ്ടു വളർന്നവനാ ഞാൻ. ഒരു 8-9 വയസ്സുള്ളപ്പോ എന്റെ അച്ഛനോടൊപ്പം ഇരുന്ന് ഞാൻ സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കുമായിരുന്നു. എനിക്ക് അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് വീടിന്റെ മുമ്പിലിട്ട് വെറുതെ മുമ്പോട്ടെടുക്കുക റിവേഴ്സ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കാലുകൾക്ക് സ്വാധീനം വന്ന ശേഷം സുമേഷിനൊപ്പം കുറച്ചു ദിവസം ഞാൻ ഗ്രൗണ്ടിലൊക്കെ പോയതല്ലേ. സാറ് ഡ്രൈവ് ചെയ്യും മേഡം, പക്ഷെ ലൈസൻസ് ഒന്നും ഇല്ലല്ലോ. ലൈസൻസ് ഉള്ള താൻ കൂടെ ഇല്ലടോ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ ഭാര്യയെ മുന്നിലിരുത്തി ഞാനിന്ന് ഡ്രൈവ് ചെയ്യട്ടെ. അത് വേണോ കണ്ണേട്ടാ? താനെന്നിറങ്ങി ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ നോക്ക്. എടോ, താൻ വണ്ടി ഒന്ന് സൈഡാക്കി നിർത്ത്. ഇനിയിപ്പോ സുമേഷ് മുതലാളിയായിട്ടിരിക്കെ, ഞാൻ ഡ്രൈവറാവാം. ഓ ശരി സാറേ. ആരെങ്കിലും കാണില്ലേ കണ്ണേട്ടാ? ഏയ്, പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. പിന്നെ കാർ ഓട്ടോമാറ്റിക്കാ, അതുകൊണ്ട് വേണമെങ്കിൽ ഇടതുകാലം മടക്കി വെച്ച് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാം. അപ്പൊ പോവാം. ഭയക്കണ്ടടോ, ഞാനല്ലേ കൂടെ ഉള്ളത്. തനിക്ക് ഡ്രൈവിംഗ് പഠിക്കണ്ടേ? ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ കയറിക്കും. ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുമേഷ് കൈ തെളിയിച്ച് തരും. എപ്പോഴെങ്കിലും ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് മാറി മാറി ഡ്രൈവ് ചെയ്യാമല്ലോ. ലൈസൻസ് ഉള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ധൈര്യം തന്നെയാണ്.
സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ വിളി കേട്ടാൽ അത് മതി. നല്ല പാട്ടാന്നല്ലോ. ഓ, നിനക്ക് പാടാനൊക്കെ അറിയാല്ലേ? പണ്ടേ പാട്ട് പാടുമായിരുന്നല്ലോ. ഇളമാവിൻ കോലമിടാ. ഓ, എന്റെ പൊന്നു പ്രതാപം, ഒന്ന് പയ്യെ ഓടിക്കേ. വൈദ്യരെ കണ്ടു കുഴമ്പിട്ടതേ ഉള്ളൂ. അതിനു മുമ്പ് നീ എന്റെ നടു കുളവാക്കുമല്ലോ. ഇതിലും കൂടുതൽ പതുക്കെ എങ്ങനെയാ പോകുന്ന അമ്മേ? ആ, ഈ റോഡൊന്നും ശരിയല്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? റോഡ് ശരിയല്ല, നീ ഒട്ടും ശരിയല്ല. പിന്നെ മേഘം മിടുക്കനായതുകൊണ്ടാ ഇപ്പൊ നമ്മളെല്ലാരും സന്തോഷിക്കുന്നത്. ആ, അത് ശരിയാ. അവന് ഒരു 7 പവന്റെ കട്ടിയുള്ള സ്വർണ്ണമാല സമ്മാനമായിട്ട് കൊടുക്കണം. അത് നീ എന്തു വേണേലും കൊടുത്തോ. കണ്ണന്റെ കാറ്റ് പോയി കിടക്കുന്നത് കണ്ടിട്ടേ മഹാലക്ഷ്മിയുടെ കണ്ണീന്ന് കുടുകുടു കുടാന്ന് കണ്ണുനീര് വീഴുന്നതേ എനിക്ക് സന്തോഷമാടാ. അതിന് നിമിത്തമായത് ആരായാലും അവർക്ക് തക്ക പാരിതോഷികം കൊടുക്കണം. ആ, കൊടുക്കാം. അയ്യോ, അത് കരുണയുടെ അച്ഛന്റെ വണ്ടിയാണല്ലോ. അയ്യോ, കണ്ണേട്ട അവര് വണ്ടി നിർത്തിയല്ലോ. അവരിനി കണ്ണേട്ടനെ കണ്ടു കാണൂ. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ മരിച്ച ആളല്ലേ. മരിച്ച ആള് വണ്ടി ഓടിക്കോ? എന്തു പറ്റിയടാ? എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ആ വണ്ടി ഓടിച്ചതേ കണ്ണനെ പോലെ ഒരുത്തനായിരുന്നു എന്നൊരു സംശയം. കണ്ണനെ പോലെ ഒരുത്തനോ? അത് പോയി, ആ വണ്ടി പോയി ആയിരിക്കോടാ. അവന്റെ പ്രേതമായിരിക്കും. മുമ്പ് നീയും മേഘനും കൂടെ ഒരുത്തിയെ കത്തിച്ച് കളഞ്ഞിട്ട് അവള് പ്രേതമായിട്ട് വന്നില്ലേ? അതുപോലെ ഇനിയിപ്പൊ കണ്ണൻ മരിച്ചു എന്ന് വാർത്ത തെറ്റാണെങ്കിൽ അവനും പ്രേതമായിട്ട് അവതരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ചിലപ്പോ പ്രേതമാകും. നിന്നെ ഞാൻ കൊല്ലുവെന്ന്. സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ വൈദ്യരെ കാണണമെന്ന് പറഞ്ഞത്. അല്ല, അതിന് തന്നെ ആ വൈദ്യനെ കാണുന്നേ. എന്റെ ഈ ശരീരം ഉണ്ടല്ലോ, ഡബിൾ സ്ട്രോങ് ആകണം. എന്നാലേ അവന്റെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് എനിക്കും എന്റെ കൊച്ചുമോൾക്കും കൂടി ആഘോഷിക്കാൻ പറ്റൂ. ആ, ഒരുപാട് നേർച്ചകളുണ്ട്. ഈ നടു ശരിയായാലേ അമ്പലങ്ങളിലോട്ടൊക്കെ യാത്ര പോകാൻ പറ്റൂ. അമ്മയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. അപ്പൊ നിനക്ക് ആഗ്രഹമൊന്നുമില്ലേടാ? അത് പിന്നെ ചോദിക്കണം അമ്മേ. എന്നാ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാതെ വണ്ടി ഓടിക്കാൻ നോക്ക്. അവൻ കണ്ണനെ പോലെ ഒരുത്തനെ കണ്ടുപോലും വേറെ ആരും അവന് കാണാൻ കിട്ടിയില്ല. അച്ഛനും അമ്മയ്ക്കും പിന്നാലെ മോനും പോയി. ഇനി ഒരുത്തിയുണ്ട്, ലക്ഷ്മി. അവളെ നമുക്ക് സാവകാശം കണ്ണന്റെ ഒപ്പം പറഞ്ഞുവിടാം. മരിച്ചെങ്കിൽ അവന് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഈ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ആത്മാവായിരിക്കുമല്ലോ അവൻ. അപ്പൊ അവിടെയും ഈ വീൽ ചെയർ ഉന്താൻ ഒരുത്തി വേണ്ടേ? അങ്ങോട്ട് ചെല്ലട്ടെ. അവള് പോയി വീൽ ചെയർ ഉന്തട്ടെ. ഇപ്പോ നീ വണ്ടി ഉരുട്ടാൻ നോക്ക്. മോളെ, മോളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇന്ന് മൊത്തത്തില് സന്തോഷമുള്ള ദിവസമല്ലേ? അപ്പോ മോൾ ഇങ്ങനെ ഇവിടെ വന്നിരുന്നാ മതിയോ? അതല്ല അമ്മേ,
അച്ഛൻ ഇപ്പൊ വിളിച്ചായിരുന്നു. അച്ഛൻ മുത്തശ്ശിയും കൊണ്ട് വൈദ്യരെ കണ്ടിട്ട് വരുമായിരുന്നു. അപ്പോഴേ അച്ഛൻ ഓടിച്ച വണ്ടിക്കെതിരെ ഒരു വാഹനം വന്നായിരുന്നു. ആ വണ്ടി ഡ്രൈവ് ചെയ്തത് കണ്ണേട്ടനാണോന്ന് അച്ഛനൊരു സംശയം. കണ്ണനോ? കാലിന് വയ്യാത്ത അവൻ എങ്ങനെയാ കാർ ഓടിക്കുന്നേ? വ്യക്തമായിട്ടൊന്നും കണ്ടില്ല. എങ്കിലും അച്ഛനത് പറഞ്ഞപ്പോ ആകെ ഒരു ടെൻഷൻ പോലെ. മോളെ, കുട്ടിക്കാലം മുതലേ കാർ ഓടിക്കാൻ അവന് വലിയ ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ അവന്റെ അച്ഛന്റെ കൂടെ പോകുമ്പോഴേ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ മുറ്റത്തിട്ട് കാർ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ എടുക്കുകയും ചെയ്യുമായിരുന്നു. 10-12 വയസ്സുള്ളപ്പോഴുള്ള കാര്യമാ പറഞ്ഞത്. അന്ന് ആ അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു 15 വയസ്സാവുമ്പോഴേക്കും അവൻ നല്ലൊരു ഡ്രൈവറായേനെ. പക്ഷെ ഇപ്പൊ അവൻ ജീവനോടെ പോലും ഇല്ല. പിന്നെ എങ്ങനെ കാർ ഓടിക്കാനാ? ഇനി അവന്റെ പ്രേതമായിരിക്കും കാർ ഓടിച്ചോണ്ട് പോയത്. അത് അച്ഛന്റെ വെറും തോന്നലാണെന്നാ മുത്തശ്ശിയും പറഞ്ഞത്. ആ പിന്നെ ഇതിനു മുൻപ് നമുക്കേറ്റ തിരിച്ചടിയൊക്കെ ആലോചിച്ചപ്പോ അകത്തൊരു കൊള്ളിയ മിന്നി. മോളെ, കണ്ണൻ ഇപ്പൊ ഇല്ല, ആ മാർക്കോയും. ദേ, ആ വിശ്വാസത്തില് നമ്മള് മുന്നോട്ട് പോയാ മതി. നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെയാ കാര്യങ്ങൾ നടക്കുന്നത്. സാഗർ മരിച്ചില്ല എന്നതൊഴിച്ചാ ബാക്കിയെല്ലാം നടന്നു കഴിഞ്ഞു. മഞ്ജുവിന്റെ വയറ്റിൽ ഇപ്പൊ കുഞ്ഞുമില്ല. ദേ, ഇനി എത്രയും പെട്ടെന്ന് മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞിട്ടേ മഞ്ജുവിനെയും മേഘനയും തമ്മിൽ ഒന്നിപ്പിക്കണം. എന്നാ ഇത്തരം തോന്നലുകളൊക്കെ ഉണ്ടാവുമ്പോ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചു പറയാതിരുന്നൂടെ? ഇതൊക്കെ ഞാൻ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. അതറിഞ്ഞിട്ടും എന്തിനാണോ എന്തോ അച്ഛൻ ഇങ്ങോട്ട് തന്നെ വിളിച്ചത്. ദേ, അപ്പൊ മോൾക്ക് അച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞുകൂടായിരുന്നോ? ആംബുലൻസില് ഇവിടെ കണ്ണന്റെ ബോഡി കൊണ്ടുവരുമ്പോ അത് കാണാൻ ഒരുങ്ങിയിരുന്നോളാൻ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, ഇപ്പൊ നമ്മളെയൊക്കെ പോലെ തന്നെ കണ്ണനും മഹാലക്ഷ്മിയാ ഇപ്പൊ അച്ഛന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ മനസ്സില്. അതുകൊണ്ടാ സ്വപ്നത്തിലും അല്ലാതെയൊക്കെ അവരെ കണ്ടതുപോലെയൊക്കെ തോന്നുന്നേ. ഒരുത്തിയാണെങ്കി ഇപ്പൊ കറങ്ങി നടക്കുവാ. ഭർത്താവ് വന്ന ശേഷേ അവനെ സൽക്കരിക്കാനായിട്ട്. ഇനി അവള് മടങ്ങി വരുന്നത് അവന്റെ ചലിക്കാത്ത ശരീരം കാണാനായിരിക്കും. സ്വത്തെല്ലാം അവളുടെ പേരിലായതുകൊണ്ട് ഇനി നമ്മളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറയുമെന്നറിയില്ല. അങ്ങനെ പറഞ്ഞാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങത്തില്ല മോളെ. കണ്ണനുമായിട്ട് എനിക്ക് ബന്ധമൊന്നും ഇല്ലാതെ ഉള്ളൂ. അവന്റെ അച്ഛനെ എന്റെ ഭർത്താവാ. അദ്ദേഹമാ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് പിന്നെ വെറും കൈയോടെ നമ്മളെല്ലാം ഇറക്കി വിടാൻ അവൾക്ക് പറ്റുമോ? എന്റെ മോളെ, അതൊന്നും നടക്കാത്ത കാര്യമാ. കണ്ണന്റെ ചടങ്ങുകളൊക്കെ നടന്നു കഴിഞ്ഞാലേ നമ്മള് പിന്നെ മഹാലക്ഷ്മിയുടെ കയ്യിന്ന് സ്വത്തിന്റെ അവകാശം എല്ലാം തിരിച്ചെഴുതി വാങ്ങിക്കും. അതിനുവേണ്ടി ഇതിനകത്തവളെ പൂട്ടിയിടണമെങ്കിൽ അതും ചെയ്യും, ഉണ്ണിയും മേഘനും എല്ലാം കൂടെ. കണ്ണന് വയ്യാത്തതുകൊണ്ടേ അവന്റെ സ്വത്ത് ഒരുപാട് മോഹിച്ചതാ. അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല മോളെ. അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ മോളിങ്ങോട്ട് വാ. മഹി, സ്വാമി ശരണം. സ്വാമി ശരണം. ആ അല്ല, അവനോടെ? ആ ഞാനിവിടെ ഉണ്ടോ? ആ, സ്വാമി ശരണം. വാ. സ്വാമി ശരണം. ആ ദേ, നിങ്ങളുടെ പങ്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അരവണ ഭയങ്കര ഇഷ്ടാ. എടാ, എന്നാലും ഇപ്പൊ തന്നെ പൊട്ടിക്കാം. ഇത് വല്ലാത്തൊരു യാത്രയായി പോയല്ലോടാ.
അതെ. മലയ്ക്ക് പോകുന്ന സമയത്ത് പോലും അപകടം പിന്നാലെ ഉണ്ടായിരുന്നു. സംഭവങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ തരിച്ചിരിക്കുമായിരുന്നു കണ്ണേട്ടാ. എടാ, കൊക്കയിൽ വീണ് രണ്ടുപേര് മരിച്ചു. ആരെ കൊന്നെന്ന് തെളിവൊന്നുമില്ലല്ലോ. തെളിവ് ഒരുത്തൻ മാത്രമാണ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ. പക്ഷേ അവൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ കുടുങ്ങാൻ പോകുന്നത് മേഘനും ആ പ്രതാപനൊക്കെ ആയിരിക്കും. കേസ് നമ്മൾ തന്നെയല്ലേ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമുക്ക് അവനൊക്കെ അകത്താക്കാലോ. മേഘൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ റിക്കവറിയായി വരുമ്പോ ഒന്നും പുറത്തു പറയണ്ടെന്ന് പറയും. പക്ഷേ അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോടാ. ഇപ്പൊ നിന്നെ മാർക്കൊക്കെ കൊല്ലാനായിട്ട് ആള് വിട്ടവന് കുറച്ച് പൈസ കൊടുത്താണല്ലോ. അതിനു പുറമെ മരിച്ചവർക്ക് ഇനി അവൻ നഷ്ടപരിഹാരത്തുക കൊടുക്കേണ്ടി വരില്ലേ? പോട്ടെ, അവന്റെ കയ്യിൽ നിന്ന് കുറച്ചു. ഇതുപോലൊരു ദുഷ്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനി ആ ദുഷ്ടന്മാർക്കൊപ്പം ജീവിക്കേണ്ടി വരുന്നതാ ഞങ്ങളുടെ സങ്കടം. എല്ലാത്തിനും അടിച്ചിറക്കി വെളിക്കളയടാ. അങ്ങനെ ചെയ്യാൻ പറ്റൂടാ? ദേ, ഇയാൾക്ക് പോലും ഇയാളുടെ അനിയത്തെ നിഷ്കരണം തള്ളിക്കളയാൻ താല്പര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്തോറും നിങ്ങളുടെ ജീവിതം മഹി പരിങ്ങില്ലാവുന്ന. പോട്ടെ ലേഖേ, നമ്മളെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒന്നും വിജയിക്കുന്നില്ലല്ലോ. നമുക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. എന്ന് വെച്ച് നഷ്ടങ്ങൾ ഉണ്ടാവുന്നവരെ കാത്തിരിക്കണോ? മലയ്ക്ക് പോയ എന്നെ കൊല്ലാൻ നോക്കുന്നു. അതിനോടൊപ്പം തന്നെ മഞ്ജുവിന്റെ കുഞ്ഞിനെ കളയാൻ നോക്കുന്നു. എന്നുവെച്ചാ എല്ലാ ഭാഗവും ക്ലിയർ ആക്കിയിട്ട് മഞ്ജുവിനെ തിരിച്ചു പിടിക്കാനാ മേഘ നോക്കിയത്. അവിടെയെല്ലാം പക്ഷെ അവൻ തോറ്റുപോയി. ഇനിയിപ്പോ മാർക്കോയുടെ കൈ കൊണ്ട് അവൻ മരിക്കാതിരുന്നാ കൊള്ളാം. ആ, അപ്പോഴേ ഞങ്ങൾ പോയിട്ട് മടങ്ങി വരാം. ഞങ്ങള് തോമസ് സാറിനെ ഒന്ന് കണ്ടിട്ട് വേഗം വരാം. ഉടനെ പോവാണോ? ആ, പോയിട്ട് പെട്ടെന്ന് വരാം. ആ എടാ, ഇത്രയും നേരമായിട്ട് നിങ്ങൾ ഒരു കാര്യം കണ്ടില്ലല്ലോ. ആ, ഞാനിവിടെ വന്നിട്ട് അധികം നടക്കാത്തോണ്ടാ കാണാത്തത്. ആ, ദാ നോക്ക്. എന്റെ മുടന്ന് മാറിയടാ. അത് ഇതുവരെ തോമസ് സാർ പോലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹമല്ലേ ആദ്യം അറിയേണ്ടത്. എന്നിട്ട് വിളിച്ചു പോലും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നിങ്ങളൊക്കെ കണ്ടതുപോലെ നേരിട്ട് തന്നെ കാണട്ടെ. നീ ഇത് എന്നോട് പോലും പറഞ്ഞില്ലല്ലോടാ. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടും മുടന്തുമാറി കാര്യം പറഞ്ഞില്ല. അതെന്നെ പോലും അറിയിച്ചത് നേരിട്ട് കണ്ടതിന് ശേഷം. എടാ, ഇത് നേരിട്ട് കാണുന്നതല്ലടാ നല്ലത്. പിന്നെ ഞാൻ ഇയാളെയും കൂട്ടി പോയിട്ട് പെട്ടെന്ന് വരാം. വേഗം വേണം. ഞങ്ങൾ ഇവിടെ എല്ലാം ഒരുക്കി വെച്ചേക്കാം. ശരി, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ആയിക്കോട്ടെ. വാ. ശരി. കണ്ടില്ലേ അവനിപ്പോ എത്ര നന്നായിട്ട് നടക്കുന്നെന്ന്.
എത്തിയോ? വാ. ദർശനമൊക്കെ കിട്ടിയോ സാറേ? ദർശനം കിട്ടിയെന്ന് മാത്രമല്ല, കണ്ണേട്ടൻ നടക്കുന്നത് ജയപാലൻ ചേട്ടാ ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ടോ? ഇപ്പോഴാ മുടന്നില്ലല്ലോ. ഇല്ല, എനിക്കിപ്പോ നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ ദർശനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ സാറിനെയല്ലേ കാണേണ്ടത്. സാറിന് ഇത് വലിയ സന്തോഷമായിരിക്കും. പോയി കാണ്. വാ.